ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ വന്നിരിക്കുന്ന ലവേഴ്സ് എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ടു ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കിയപ്പോൾ അവർ ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ്. നിങ്ങളെ അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ പ്രണയിച്ചിരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ആദ്യം കിട്ടിയത്. നിങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും പരസ്പരം അത്രത്തോളം നല്ല രീതിയിൽ പ്രണയിച്ചു പോയവരാണ്, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ എന്താ പറയുക, അത്രത്തോളം സോൾ കണക്ഷൻ തോന്നിയ ഒരു ബന്ധമാണ് ഇതെന്നാണ് നമുക്കിവിടെ കാർഡിലൂടെ മനസ്സിലാവുന്നത്. നിങ്ങളുടെ വ്യക്തിയായാലും ശരി, നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നുള്ള രീതിയിൽ പോയിരുന്ന ഒരു ബന്ധമാണിത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ എന്താ പറയുക, കാരണം ഈ ഒരു ബന്ധത്തിൽ പലപ്പോഴും ഇവിടെ കാണുന്നുണ്ട് 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഒരു നഷ്ടബോധം ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇതിലൊരു എന്താ പറയുക, സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോയ ബന്ധമാണ്. എല്ലാ രീതിയിലും നിങ്ങൾ ഒരുമിക്കണം എന്നുള്ള മൈൻഡിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന ബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ ഇല്ല ഒരു ബന്ധമായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇനി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നാലും നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിയില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയവരാണ്. നിങ്ങൾക്കൊരു കുടുംബം വേണം എന്നുള്ള ചിന്തയോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയവരാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഇതിൽ. കാരണം ഒരാൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയവരാണ് നിങ്ങൾ. അതുപോലെ നിങ്ങൾ കാണുന്ന ഹസ്ബൻഡായിട്ടായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വൈഫായിട്ടായിരിക്കാം. ഇതുപോലെയാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊരു തകർച്ച വന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ആൾക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെ. കാരണം ഇതുപോലെ അത്രത്തോളം ഫീലിങ്സ് ഉണ്ടായിട്ടും നിങ്ങളോട്, അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടും ഈ ഒരു ബന്ധത്തിൽ പല പല പ്രശ്നങ്ങൾ വന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഇയാൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ട് ഈ ബന്ധത്തെ ബാധിച്ചതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇനിയിപ്പോൾ നിങ്ങളെ നേടിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ പൈസ സംബന്ധമായ കാര്യങ്ങളുണ്ടായേക്കാം, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടേക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻസ് സംബന്ധമായ ഒരുപാട് സ്ട്രഗിളാണ് ഈ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുകയാണ്. അതൊക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു വിധത്തിലൊക്കെയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ 2 ഓഫ് ഷോർട്സ് ഉണ്ട്, ഒരു കണ്ണുകെട്ടിയ അവസ്ഥയാണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള മൈൻഡിലാണ് ഉള്ളത്. എന്ത് തീരുമാനം എടുക്കണമെന്ന് ആൾക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. പക്ഷെ നിങ്ങളാണ് ആളുടെ ഒരു സ്വപ്നമെന്ന് പറയുന്നത്, നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്നാണ് ഈ വ്യക്തിയുടെ ചിന്താഗതി. അത് തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെന്നും കൂടെ വേണം, ആ ഒരു മനസ്സാണ് ആൾക്ക്. പക്ഷേ ഒക്കെ എന്തൊക്കെയോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഈ ഒരു ബന്ധം പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആൾക്കൊരു പേടിയുണ്ട് കേട്ടോ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ കൈവിട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു പേടി നിങ്ങളുടെ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം കൂടുതലായിട്ട്.
ഇവിടെ ഈ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളുണ്ട്. ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ, ഈ വ്യക്തി ഭയമുണ്ട്, അവർക്ക് തന്നെ ഒരു ചെറുതായിട്ട് മനസ്സിനകത്ത് ഒരു ഭയമുണ്ട്. കാരണം ആൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിന് ശക്തമായ തേർഡ് പാർട്ടി ഒക്കെ ഉള്ളതായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നല്ലൊരു വിഷമം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആൾ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൾ കാത്തിരിക്കുകയാണ്. ആൾക്കിപ്പോൾ ഒരു ചേഞ്ച് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാറ്റത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ഇങ്ങനെയൊരു സ്ഥിതിയാണ് അവരതെങ്കിൽ ഇതിലൊരു മാറ്റം വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നതാണ് കാണുന്നത്. 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ. കാരണം ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ട് ആൾ സൈലൻ്റ് ആയതായിട്ടാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. സൈലൻ്റായിട്ട് മാറി നിൽക്കുകയാണ് എന്നതാണ് കാണുന്നത്. ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എത്രയൊക്കെ ആളുടെ കരിയറിലൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചാലും ആൾക്കൊന്നും പറ്റാത്ത സ്ഥിതിയാണ്. കുറച്ച് പേർക്ക് കടബാധ്യതകൾ മൂലം ഭയങ്കരമായിട്ട് ടെൻഷനാണ്. സാമ്പത്തിക തകർച്ച ഒക്കെയുള്ള വന്നിട്ടുണ്ട് ആൾക്ക് നല്ല രീതിയിൽ. അതുപോലെ ആൾക്ക് അതുകൊണ്ട് തന്നെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. നിങ്ങളെയും നോക്കണം, ആളുടെ ഫാമിലി നോക്കണം. ആൾക്കിങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. എത്രയൊക്കെ കിട്ടിയാലും ഒന്നും എത്താൻ വരാത്തതുപോലെയാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിൻ്റെ ഒരു സ്ട്രെസ് ഫീലിംഗ് ഇതൊക്കെ ഉണ്ട് ആൾക്ക്. ഭയങ്കരമായിട്ട് ആൾ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾ പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ആൾക്കുള്ളിലൊരു ഭയം ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ തുടരുന്നത് കൊണ്ടായിരിക്കാം ആൾക്കുള്ളിലൊരു ഭയം ഉള്ളതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നതായിട്ടും കാണുന്നുണ്ട്. ആൾക്ക് കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്. അങ്ങനെ പെട്ടെന്ന് തോറ്റു തരണമെന്നില്ല. ഇപ്പം നിങ്ങൾ എന്തൊക്കെ ഇതായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആൾക്കൊരു ഈഗോ കാരണം ആൾ മാറി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ 7 ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾ നിങ്ങളെ ശരിക്കും ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല വെളിച്ചമാണ് വരുന്നത്. അതായത് നിങ്ങളൊരു പ്രകാശം എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആളുടെ സിറ്റുവേഷനും ആളുടെ പ്രയാസം കാരണമാണ് ആളിപ്പോൾ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുന്നത്. അതുകൊണ്ടാണ്. ഒരിക്കലും നിങ്ങളോട് ആ വ്യക്തിക്കൊന്നുമില്ല. ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളോടല്ല ആ വ്യക്തി പിണങ്ങുന്നത്. നിങ്ങളെ വേണം ആ വ്യക്തിക്ക്, എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. പക്ഷെ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ അതിലാണ് ആൾക്ക് പ്രയാസം. എന്നുവെച്ചാൽ ആളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആൾക്ക് ഫിനാൻസ് സംബന്ധമായ കാര്യമാണ് ആളുടെ കൂടുതലും. നമുക്ക് ആ മാസ്റ്ററുടെ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ആളുടെ ജോലി നഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഒത്തിരി ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ സ്ട്രെസ്സാണ് ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ ആൾക്ക് ഭയമുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവാം, അല്ലെങ്കിൽ ആളെ ഒരുപാട് ശല്യപ്പെടുത്തുന്നതും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 3 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് നേരെ മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ ഉണ്ട്. പൈസയുടെ കാര്യത്തിലായിരിക്കാം. ഒരുപാട് പേരെ ആൾ ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ. ദി സ്റ്റാറാണ്. പക്ഷെ ആൾക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഒരിക്കലും ആളെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്കുണ്ട്. കാരണം ആളുടെ ഒരു എന്താ പറയുക, ആൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാകും, ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ആളൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. ആൾക്കൊരു മാറ്റം വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ആൾ കരിയറിലൊക്കെ ഫോക്കസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൾക്കൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും നല്ലൊരു മാറ്റത്തിലൂടെ കടന്നു വരും. ആ ഒരു സമയത്ത് നിങ്ങളെന്നും ആളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്ക്. ഇപ്പോൾ അത് പറ്റുന്നില്ലെങ്കിലും പിന്നീട് ഓക്കെ ആയിട്ട് വരും എന്ന് ആൾ വിശ്വസിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീടെല്ലാം ശരിയായി വരും. 10 ഓഫ് വാൺസ് ആണ്. ഒരുപാട് ഭാരപ്പെട്ടൊരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു ഭാരം കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെസ്സാണ് ആൾക്ക്. സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ പല പ്രശ്നങ്ങളും ആളുടെ തലയിലാവുന്നത് കൊണ്ടായിരിക്കാം
ഉത്തരവാദിത്തം കൂടിയതിൻ്റെ ഭാരമായിരിക്കാം ആൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ദി മജീഷ്യനാണ്. ആൾ അതിനുള്ള ശ്രമത്തിലാണ്. ആൾ ഒക്കെ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. ഫിനാൻസ് സംബന്ധമായ കാര്യമല്ല, കരിയറിലായാലും എല്ലാം ആൾക്ക് നേടിയെടുക്കണം, നിങ്ങളെയും നേടിയെടുക്കണം എന്നുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് മാസ്റ്റർ ഡെക്ക് വന്നിരിക്കുന്നതും വേൾഡാണ്. ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ള ഒരു എനർജിയാണ്. കാരണം നിങ്ങളാണ് ആ വ്യക്തിയുടെ വിജയം. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ആൾക്ക് പറ്റില്ലെങ്കിലും ആൾ ഓക്കെ ആയിട്ട് വരും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ ആൾ ഓക്കെ ആയതിനു ശേഷം നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ തന്നെയാണ് ആളുടെ ശ്രമം. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്താഗതിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് കാണുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. പാലക്കാട് ലെറ്റർ സെഡാണ്. ഉത്രുട്ടാതി കേട്ടോ. ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ പി ആണ്. ലെറ്റർ ഒ ഓഗസ്റ്റ്. ലെറ്റർ എൽ കൊല്ലം, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, ടൈലറിങ്. ലെറ്റർ ഡബ്ല്യു ആണ് വന്നിരിക്കുന്നത്. വൈ ആണ്. ലെറ്റർ വൈ പർപ്പിൾ കളർ, ലോങ് ഹെയർ, തൃക്കേട്ട, ടൈലറിങ്, ഗൾഫ് രാജ്യം എന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. മലപ്പുറം, ഭരണി നക്ഷത്രം. ലെറ്റർ യു ആണ് വന്നിരിക്കുന്നത്. സോഷ്യൽ വർക്കർ ആയിരിക്കാം, ലോയർ ആയിരിക്കാം. റെഡ് കളർ ഉത്രാടം. ലെറ്റർ വി ആണ്. എറണാകുളം. ലെറ്റർ എ ഗ്രീൻ കളർ, ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം. സെപ്റ്റംബർ മാസം. പിങ്ക് കളർ, പൂരുരുട്ടാതി നക്ഷത്രം. ബ്യൂട്ടീഷ്യനാണ്. 24. പൂയം നക്ഷത്രം, മൂലം. ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത്. എം ആണ് കേട്ടോ. ലെറ്റർ എം. 26 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.